The art of education is to continue to grow as long as we live. ഉദാഹരണം പറയാം. അടുത്ത വീട്ടിലെ അടുപ്പിൽ തീ എരിഞ്ഞിട്ടില്ല എന്ന അറിവ് നമ്മുടെ തൊണ്ടയിൽ ഉരുട്ടി വിഴുങ്ങിയ ഉരുള അവിടെ തങ്ങുമ്പോൾ, ഈ അറിവ് വരികയും ഇത് വിഴുങ്ങാൻ സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ നിന്നിൽ മനുഷ്യത്വമുണ്ട് എന്നറിയുവാൻ സാധിക്കും. മുറിവേറ്റ് വഴിയിൽ കിടക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ കാലിൽ ഒരു വിലങ്ങ് വീണ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളും മനുഷ്യരാണ്. അവനെ ആശുപത്രിയിൽ കൊണ്ടുവന്നു. അവന് വേണ്ടി ചെലവിടുമ്പോൾ സ്വാർത്ഥം മറന്നുപോയി അകൃത്യം ചെയ്യുമ്പോൾ നമ്മിൽ മനുഷ്യന്റെ ഉദയമാണ്. അത്തരത്തിലുള്ള ജീവിത സാധ്യത ബീജരൂപത്തിലെങ്കിലും ആത്മാവിലില്ലാതെ ഒരു കുഞ്ഞും മനുഷ്യരൂപം ഈ ലോകത്തിൽ എടുക്കുന്നില്ല. ഇതാ മുറിവേറ്റ് കിടക്കുന്ന ഒരു സോൾജിയർ, അവന്റെ ചുണ്ടിലേക്ക്, വരണ്ട ചുണ്ടിലേക്ക് ഒരു പാത്രം വെള്ളം നീട്ടിയപ്പോൾ ഫിലിപ്പ് സിഡ്നി പറഞ്ഞു, എന്റെ അടുത്ത് കിടക്കുന്നവന്റെ ദാഹമാണ് ഇതിൽ കൂടുതൽ, അവന്റെ ആവശ്യമാണ് ഇതിൽ കൂടുതലുള്ളത്. അവിടേക്ക് നീട്ടപ്പെട്ടപ്പോൾ മനുഷ്യത്വം സുരഭിലകാന്തി പകരുന്ന സുന്ദര നിമിഷമാണ്. ആ മഹത്വത്തിലേക്ക് മനുഷ്യനെ ഉയർത്തുന്ന മൂല്യങ്ങൾ പൊലിമയോടെ വളരുന്നതായിട്ടുള്ള വേദിയായി അന്തരംഗത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ് പഠനത്തിന്റെ, വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. എന്നാൽ ഈ രംഗങ്ങളിൽ നിന്നെല്ലാം ഈ മൂല്യങ്ങൾ ബഹിഷ്കൃതമായിരിക്കും. വിജയം, നേട്ടം, ഒരു നഷ്ടവും ഉണ്ടാകാതിരിക്കുക. ജീവിതം വിജയിക്കുന്നവന്റെ മാത്രമല്ല, തോറ്റുകൊടുക്കുന്നവന്റെയും നഷ്ടപ്പെടാൻ സന്നദ്ധതയുള്ളവന്റെയും കൂടെയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് മാനവീകരണം നടക്കുന്നതെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ അപമാനവീകരണം നടക്കുന്ന യാത്ര, ആ യാത്രയിൽ വിദ്യാഭ്യാസ രംഗത്ത് നാം മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ദുഃഖിക്കേണ്ടി വരും. മകനെ അബ്ശാലോമേ, നിന്റെ പതനത്തിന്റെ മുഴുവൻ കാരണവും പിതാവായ ഞാൻ തന്നെ. Would God had I died for thee, my son Absalom. നിന്റെ സ്ഥാനത്ത് ഞാൻ മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ഇതിനു മുമ്പ് ഈ കൺവെൻഷൻ ബന്ധൽ അതിന്റെ കാരണങ്ങൾ നമ്മൾ വിവരിച്ചതാണ്. ഓരോ വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പിതാവ് എന്ന നിലയിൽ ദാവീദിന്റെ പതനത്തിന്റെ കാരണം മിസ്പ്ലേസ്ഡ് ഡിവോഷൻ, അസ്ഥാനത്ത് അർപ്പിച്ച ശ്രദ്ധ, ഡെലിഗേറ്റഡ് റെസ്പോൺസിബിലിറ്റി, അന്യന് കൈമാറുന്ന ഉത്തരവാദിത്വം, സ്ക്വാൻഡേർഡ് ഇൻഫ്ലുവൻസ്, ധൂർത്തടിച്ച സ്വാധീനം, തൂകിക്കളഞ്ഞ സ്വാധീനം. ഇതെല്ലാം ഇന്നത്തെ മാതാപിതാക്കൾ ചെയ്യുന്നുണ്ട്. നാം എന്ന് ഇതിൽ നിന്ന് പിന്തിരിയും? നമുക്ക് തന്നെ എന്തിന് കോളേജിൽ കുഞ്ഞിനെ അയക്കുന്നുവെന്നൊരു ബോധമില്ലെങ്കിൽ നാം അധ്വാനിച്ച 30 ലക്ഷം രൂപ എണ്ണിക്കൊടുക്കുകയാണ്. മംഗലാപുരത്ത് പോയവൻ കൈവിലങ്ങുമായി മടങ്ങുന്നു. പ്രൊഫഷണലാകാൻ പോയവൻ പ്രൊഫഷണൽ ഗുണ്ടയായി മാറും. കോളേജ് വിദ്യാഭ്യാസത്തിന് പോയവൻ ചിറക്കടവിലെ ബാങ്ക് കൊള്ളയടിക്കുന്നു. വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ ചിലതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഡിഗ്രി ഒന്നും അവർക്കില്ല. അവർ പഠിപ്പിച്ച പാഠം പഠിച്ച ഒരു ഓഫീസറുടെ കഥയല്ല, സംഭവമാണ്. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിയൂൺ കൂടെ കാഷ്വൽ ലീവ് എടുക്കും. അത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടമില്ല. ആർക്കാണ് ഇഷ്ടം? ഓഫീസിൽ വരുന്ന ഓഫീസർ വരുമ്പോൾ പിയൂണില്ല. ഏതായാലും ഒരു ദിവസം വീണ്ടും അവൻ പ്രത്യക്ഷപ്പെട്ടു. എന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് മരിച്ച്, എനിക്ക് പോകാൻ പറഞ്ഞു. പിറ്റേ ദിവസം അവൻ മടങ്ങിയെത്തി. നീ ചാക്കാലിക്ക് പോയിട്ട് എന്ത് പറ്റി? ഫ്യൂണറലിന് പോയല്ലോ, അവധിയെടുത്ത് എന്ത് ഗുണമുണ്ടായി? അവരുടെ ദുഃഖം പങ്കിട്ട് ഞാൻ ലഘൂകരിച്ചിട്ടുണ്ട് എന്റെ സാന്നിധ്യം മൂലം സാർ. 2, ഞാൻ ആ കുടുംബാംഗങ്ങളോട് 3 പേരെ അവശേഷിച്ചിട്ടുള്ളൂ. ഗൃഹനാഥൻ പോയി. ഇനിയും 10 പൈസ അവിടെ വരുമാനമില്ല. എനിക്ക് ഈ പ്യൂൺ ജോലിയെങ്കിലും. എന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിലെ കണ്ണുകളിലേക്കും
അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളിലേക്ക് ഞാൻ നോക്കി. ആ 2 കുട്ടികളുമായി ഞാൻ മടങ്ങിയെത്തിയിട്ടുണ്ട് സാർ. എൻ്റെ കുട്ടികളുടെ കൂടെ അവരും വളരട്ടെ. ആ ബോസ് ഈ പിയൂണിന്റെ മുമ്പിൽ കരയുന്നത് അത്ര പന്തിയല്ല എന്ന് വിചാരിച്ചു മുറിയിൽ കയറി കൈലേസെടുത്തല് കണ്ണുകൾ തുടച്ചു. അദ്ദേഹത്തിന് വിദ്യാഭ്യാസമുണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ ആയുസ്സിൽ ഈ പിയൂണിലൂടെ സ്നേഹം ഇഷ്ടാനിഷ്ടങ്ങളല്ല, സ്നേഹത്തിന്റെ അഗാധമായ അർത്ഥം ആ ബോസ്, ആ മാസ്റ്റർ എന്ന് മനസ്സിലാക്കി. നമുക്ക് വിദ്യാഭ്യാസമുണ്ട്. ചിലരുടെ ലെറ്റർ ഹെഡിൽ നോക്കിയാൽ ആ പേജ് മുഴുവൻ ഡിഗ്രിയാണ്. എന്താണ് നേടുന്നത്? ഈ പിയൂണിലൂടെ സ്നേഹത്തിന്റെ അഗാധമായ അർത്ഥതലങ്ങളിലേക്ക് ഊളിയിടാൻ ആ ബോസിനെ പ്രേരിപ്പിച്ചത് ഈ പിയൂണാണ്. നമ്മുടെ വിദ്യാഭ്യാസ ലക്ഷ്യം സ്ഥാപനങ്ങളിലൂടെ നാം നേടുന്നുണ്ടോ? എന്തുകൊണ്ട് നമ്മുടെ പുത്രൻ ഇത്തരത്തിലുള്ള അബദ്ധ സഞ്ചാരം ചെയ്യുന്നു?